ഹലോ, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നത്. ഒരു ജപ്പാൻ ടൂറാണ്. 2023 ഒക്ടോബറിൽ ഞാനും വൈഫും കൂടി ജപ്പാൻ സന്ദർശിച്ചിരുന്നു. ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സിംഗപ്പൂർ വഴി ടോക്കിയോയിലേക്കാണ് പോയത്. ഏതാണ്ട് 11 മണിക്കൂറത്തെ യാത്രയുണ്ടായിരുന്നു. സിംഗപ്പൂർ എയർലൈൻസാണ്. ഞങ്ങളവിടെ കണ്ട കുറേ കാഴ്ചകളും മറ്റ് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് കുറേ സ്റ്റിൽ ഫോട്ടോസിനെ കുറിച്ച് പറയാം. സ്റ്റിൽ ഫോട്ടോസുകളാണ് അധികവും ഉള്ളത്. കുറച്ച് പേര് വീഡിയോസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 10-11 ദിവസത്തെ പരിപാടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ടോക്കിയോ, ഒസാക്ക, കിയോട്ടോ, നാറ, മൗണ്ട് ഫിജി, ഹിരോഷിമ, അങ്ങനെ പല സ്ഥലങ്ങളും ഞങ്ങൾ യാത്ര നടത്തിയായിരുന്നു. അവിടെ നിന്ന് മനോഹരമായ പലരും കാഴ്ചകൾ കണ്ടു, ചിത്രം കണ്ടു. ഏറ്റവും ദാരുണമായൊരു സംഭവം കൂടി കാണാൻ കഴിഞ്ഞു. അത് നമ്മുടെ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച അതിൻ്റെ സ്മരണ കുടീരങ്ങളൊക്കെ കാണാൻ പറ്റി. അതിനകത്ത് ഇപ്പോഴും ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടാൽ നമ്മുടെയൊക്കെ അറിയാതെ തന്നെ ഒരു 2 തുള്ളി കണ്ണുനീര് വരും. നമ്മൾ വികാരനിർഭരമായ കുറേ രംഗങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു. അതൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ ബുദ്ധിസ്റ്റ് ഷൈനുകൾ, അത് കുറേ അവിടെയുണ്ട്. അതിൻ്റെ കലാഭംഗിയും ചാരുതയൊക്കെ മനം കുളിർപ്പിക്കുന്നതാണ്. പിന്നെ പ്രകൃതി വളരെ മനോഹരമാണ്. മലകളും തടാകങ്ങളും അങ്ങനെ പോകുന്നു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്നും വളരെ മികച്ചത് തന്നെ. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ, നല്ല റോഡുകൾ, അങ്ങനെ പോകുന്നു. പിന്നെ വളരെ ചിട്ടയുള്ള ജീവിതശൈലി, അടുക്കും ചിട്ടയുള്ള റോഡുകൾ, വീഥികൾ, നഗരങ്ങൾ, ഗ്രാമീണ പ്രദേശങ്ങൾ, അങ്ങനെ പോകും. പിന്നെ അവിടെയുള്ള പർവ്വത ശിഖരങ്ങൾ, അഗ്നിപർവ്വത ശൃംഖലകൾ തന്നെയുണ്ട്. അവിടെ ഞങ്ങൾ ഫ്യൂജി പർവ്വതനിരൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ പോയി. അതും ഒരു അനുഭവമായിരുന്നു. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ മറ്റൊരു സ്ഥലം ഈ ലാവകളും മറ്റും ഉത്ഭവിക്കുന്ന പ്രദേശങ്ങളൊക്കെ കണ്ടു. അവിടെ നിന്നും സൾഫറിൻ്റെ ഗന്ധം, പ്രകൃതിയിൽ നിന്ന് തന്നെ ഉദിച്ചു വരുന്ന അത് അനുഭവസമ്പന്നമായിരുന്നു. അങ്ങനെ പലതും കണ്ടു. അങ്ങനെ ഞങ്ങൾ 10-12 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം തിരിച്ചു പോന്നു. അങ്ങനെ അതൊരു അനുഭവമായിരുന്നു. എന്നൊന്നും ഓർമ്മിക്കത്തക്ക കാര്യങ്ങളാണ്. എന്നെങ്കിലും സാധിക്കുമെങ്കിൽ എല്ലാവരും ഒന്ന് ജപ്പാനൊക്കെ ഒന്ന് സന്ദർശിച്ച് അവിടുത്തെ ജീവിതവും പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഹാക്കോൺ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ പർവ്വതശിഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തടാകമുണ്ട്. അവിടെ ഒരു ക്രൂയിസ് ഷിപ്പിൽ ഞങ്ങളൊരു യാത്ര ചെയ്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ആ യാത്ര ഒരു വളരെ രസകരമായ അനുഭവമാണ് കേട്ടോ. വളരെ ശാന്തസുന്ദരമായ ലേക്കാണ്. അവിടെ നിന്ന് നിർമ്മലമായ ജലം, അതിൽ കൂടെ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന ഒരു ക്രൂയിസ് ഷിപ്പ്. നമ്മൾ സീനറികൾക്ക് കാണുന്ന മാതിരിയുള്ള ഒരു അനുഭവമാണ്. പിന്നെ അതിന് ശേഷം അവിടെ നിന്നും റോപ്പ് വേ കൂടെ മുകളിൽ വന്ന പർവ്വതശിഖരങ്ങളുടെ മുകളിലെത്താം. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വോൾക്കാനിക് വണ്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ലാവ പ്രവാഹം ഒരു പരിധിവരെ കാണാൻ കഴിയും. അവിടെയാണ് ഈ സൾഫറിൻ്റെ നീരാവികൾ ഈ ലാവ ഉത്ഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ചെറിയ തോതിൽ
ലാഭം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണമായി കാണുന്ന സൾഫർ മുകളിലേക്ക് വരുന്നത്. അത് നമുക്ക് കുറച്ച് ദൂരെ നിന്ന് കാണാൻ കഴിയും. അവിടെ മറ്റൊരു ആചാരമുണ്ട്. അവിടെ ഈ സൾഫറിൽ ഈ ആവിയിൽ പുഴുങ്ങിയ കറുത്ത എഗ്ഗ് കിട്ടും, കൊമേഴ്സ്യലായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അതവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ജീവിത ദൈർഘ്യം 7 കൊല്ലത്തോളം ദീർഘിപ്പിക്കാമെന്നാണ് അവരുടെ വിശ്വാസം. ഞങ്ങളത് കഴിച്ചു നോക്കി. ഒരു സൾഫറിൽ പുഴുങ്ങുമ്പോഴുണ്ടായ സയൻറ്റിഫിക് ചേഞ്ചാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടുത്തെ ഗ്രാമീണ ജീവിത ആളുകളുടെ ഒരു ആചാരം കിമോണധാരികളായ പെൺകുട്ടികളെ നമ്മൾ പല സ്ഥലത്തും കാണും. പാർക്കുകളിൽ, ഷൈനുകളിൽ അധികം ചെറിയ പെൺകുട്ടികളായിരിക്കും. അത് അവർ വിശേഷ ദിവസങ്ങളിൽ കണിന് പുറത്തു വരുന്ന ഒരു രീതിയാണ്. ഒരു കിമോണ നല്ല ഇതിനൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ 20,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അവിടുത്തെ ട്രഡീഷണൽ മീൽസ് നമ്മൾ ആസ്വദിച്ചു. സാധാരണ ഹോട്ടലിലൊക്കെ നമുക്കൊരു ജാപ്പനീസ് മിക്സ്ഡ് യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഭക്ഷണമാണ്. ഇത് ട്രഡീഷണലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. അധികവും പ്യൂർ വെജിറ്റേറിയൻ ആയിരിക്കും. ഒരു പ്രത്യേക രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഇതാണ്. പിന്നെ മറ്റൊന്ന് അവിടുത്തെ ഡിജിറ്റൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതും ഡിജിറ്റൽ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അത് നല്ല രസകരമായ കാര്യമാണ്. അതിൻ്റെയും കുറേ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്തിരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ബാംബു ഫോറസ്റ്റാണ്. അവിടെ നമ്മുടെ നാട്ടിലുള്ള ബാംബു ചെടികൾ വളരെ ഹൈറ്റിൽ വളരുന്ന ഒരു ഫോറസ്റ്റാണ്. അതവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഒരു ബാമ്പ് നട്ടാൽ ഒരു 10, 40, 50 കൊല്ലം വരെ അതിന് ആയുസ്സുണ്ടാകും. അങ്ങനത്തെ ലക്ഷക്കണക്കിന് ബാംബൂസ് വളരെ കൃത്യമായ രീതിയിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരു സീനാണത്. പിന്നെ അവിടുത്തെ ഡിയർ പാർക്ക് അങ്ങനെ ഒരു സംഭവമാണ്. അവിടെ ഇഷ്ടംമാതിരി മാനുകളുണ്ട്. മാനുകളെ അവർ നാഷണൽ മൃഗമായിട്ട് കണക്കാക്കുന്നത്. അതിനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ ഭയങ്കര പെനാൽറ്റി ആയിരിക്കും. അതുങ്ങൾ മനുഷ്യരുമായിട്ട് വളരെ ഇണങ്ങിയാണ് നിൽക്കുന്നത്. നമ്മുടെയൊക്കെ അടുത്ത് വന്ന് നിൽക്കും. പഴങ്ങളോ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ കഴിക്കും. നമ്മളോട് വളരെ ഇണങ്ങി നിൽക്കും. പിന്നെ അവർ തമ്മിലുള്ള അടിപിടികൾ കണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു രസമാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഓക്കെ. ഞങ്ങൾ സാന്റമോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് കൊച്ചിൻ, എറണാകുളം അവരുടെ കൂടെയാണ് പോയത്. കഴിഞ്ഞ 2019 ഞങ്ങൾ അവരുടെ ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയിരുന്നു. ഒരു 8 രാജ്യങ്ങളിൽ ഒരു 15 ദിവസം കവർ ചെയ്തക്ക രീതിയിൽ വളരെ നല്ല അനുഭവമായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത്തവണ അവരുടെ കൂടെ തന്നെ പോകാൻ തീരുമാനിച്ചത്. അവരുടെ സർവീസാണെങ്കിലും അവർ തരുന്ന ഗൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മികച്ചതാണ്. പിന്നെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഹൈ ക്ലാസ് രീതിയിലുള്ള പ്രിഫറൻസാണ് അവർ കൊടുക്കുന്നത്. ഫ്ലൈറ്റ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലും മുതൽ അവിടുത്തെ ഹോട്ടലിൻ്റെ സെലക്ഷൻ വരെ കൂട്ടത്തിൽപ്പെടും. പിന്നെ ഇത്തവണ ജാപ്പനീസിൽ പോയത് മിക്കവാറും നല്ല ഹോട്ടലുകൾ തന്നെയായിരുന്നു. അത് ഈ പറഞ്ഞ മാതിരി 4 സ്റ്റാർ 5 സ്റ്റാറാണ്. നല്ല അക്കോമഡേഷൻ, നല്ല ഫുഡ്, ഇതൊക്കെ തന്നെ എടുത്തു പറയത്തക്കതാണ്. പിന്നെ യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായി ജാപ്പനീസ് ഹോട്ടലുകളുടെ വലിപ്പം കുറവായിരിക്കും. റൂമുകളുടെ വലിപ്പം കുറവായിരിക്കും. കാരണം പൊതുവെ അവരൊരു ക്യൂട്ട് അങ്ങനെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും. പക്ഷെ അവിടുത്തെ എടുത്തു പറയത്തക്ക ഒരു രീതി അവരുടെ ടോയ്ലറ്റുകളെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര മോഡേൺ ടോയ്ലറ്റുകളാണ്. എല്ലാം സെൻസേഴ്സ് കൺട്രോൾഡ് ഇലക്ട്രോണിക് സിസ്റ്റമാണ് എല്ലായിടത്തും. അത് കുറച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ വളരെ ക്യൂട്ടാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് സുന്ദരമായി കാര്യങ്ങൾ സാധിച്ച് പുറത്തു വരാം. അതൊന്ന് അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാം വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളുടെ പോക്ക്. പിന്നെ അവിടുത്തെ
ട്രാവൽസ് ഞങ്ങൾ ഹൈ സ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു. ഒരു 2 സ്റ്റേഷനുകൾ പോയിരുന്നു. ഇടയ്ക്കുള്ള ദൂരമാണ് അത്. 1.25 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു. ഷെങ്കാൻസൻ ബുള്ളറ്റ് ട്രെയിൻ എന്നാണ് അതിൻ്റെ പേര്. അത് വലിയ സ്പീഡൊന്നും നമുക്ക് തോന്നില്ല. 200-250 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടികൾക്കും അകത്തിരുന്ന് അത്ര തോന്നുന്നില്ല. ഏതാണ്ട് അത് യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയുള്ള ട്രെയിനുകളാണ് അതും തന്നെ. അതിൻ്റെ പ്രത്യേകം അതിൻ്റെ കൃത്യനിഷ്ഠയാണ്. 5 കൊല്ലത്തിൽ ഒരിക്കലെങ്ങാണ്ടാണ് 10 മിനിറ്റ് ലേറ്റ് ആവുന്നത് അവരുടെ ഹിസ്റ്ററി എടുത്താൽ. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കാമുള്ള അവരുടെ ട്രെയിൻ സർവീസിൻ്റെ മഹിമ.